CPM CPIയുടെ രണ്ടായി പിളർന്നതിന്റെ 60ാം വാർഷികമാണ് ഇപ്പോൾ. അപ്പം താങ്കൾ തന്നെ ആവർത്തിച്ച് പറയുന്നതാണ് CPM CPI യൂണിഫിക്കേഷന്റെ മെർജറിന്റെ സമയമായി. മെർജറല്ല, പ്രിൻസിപ്പിൾഡ് റീയൂണിഫിക്കേഷൻ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എന്നാണ് വാക്ക്. മെർജർ ഈസ് എ പൈങ്കിളി വാക്ക്, അതിനർത്ഥമില്ല. അതിന്റെ റീയൂണിഫിക്കേഷന്റെ സമയമായോ? അതിന് സ്കോപ്പ് ഉണ്ട് ഇപ്പം രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, ഇപ്പം അത് റിലവൻ്റായ സ്ലോഗനായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഐക്യം എന്ന് പറയുന്നത്. അതൊരിക്കലും യാന്ത്രിക ലേഖനമല്ല, തത്വാധിഷ്ഠിതമായിട്ടുള്ള പുനരേകീകരണമായിരുന്നു. ഇപ്പോഴും അത് ലക്ഷ്യം ഇത് തന്നെയാണ്. CPI ഇപ്പോഴും അതാണ് പറയുന്നത്, CPM അതല്ല പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അത് വളരെ റിലവൻ്റായ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളും വീക്കാണ്, അവരും വീക്കാണ്. ഞങ്ങളിപ്പോൾ ഒന്നിച്ചു ചേർന്നാൽ പോലും ഇന്നത്തെ അവസ്ഥയിൽ അതൊരു ക്വാളിറ്റേറ്റീവായൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് ഇപ്പം. പക്ഷേ ആസ് എ ഗോൾ, ആസ് എ സ്ലോഗൻ, ഇറ്റ് ഇസ് റിലവൻറ്റ് ഈവൻ ടുഡേ, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇപ്പം എന്താണെന്നറിയോ, ഞങ്ങളുടെ ഭിന്നിപ്പിന് വേണ്ടി അന്ന് ഉന്നയിക്കപ്പെട്ട ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? അതല്ല, ഈ ബൂർഷ്വാ പാർട്ടി, ഭരണാധികാരത്തിൻ്റെ പാർട്ടി, ഭരണവർഗത്തിൻ്റെ പാർട്ടി, ആ പാർട്ടിക്കകത്ത് രണ്ട് വിഭാഗമുണ്ട്. അവിടെ തമ്മിൽ ആശയപരമായിട്ടുള്ള ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള തർക്കമുണ്ട്. ആ തർക്കത്തിൽ താരതമ്യേന മെച്ചപ്പെട്ടൊരു പക്ഷമുണ്ട്, താരതമ്യേന അകറ്റിനിർത്തേണ്ട പക്ഷമുണ്ട്. അതിൽ ഈ അകറ്റിനിർത്തേണ്ടവർക്കെതിരായിട്ട് ഈ കൂട്ടരുമായിട്ടൊരു ബന്ധമാകാമോ എന്ന ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് ആയതുകൊണ്ട് അത് ചിന്തിക്കാനും പറ്റില്ല, പാപമാണെന്നാണ് ഒരു വാദം വന്നത്. അതിപ്പോൾ ആർക്കും അത് വാദമില്ലല്ലോ. അതേപോലെ അന്ന് 64 പാർട്ടി ഭിന്നിച്ചതിനെയൊക്കെ പറ്റി പറഞ്ഞിട്ട്, 64 പാർട്ടി ഭിന്നിച്ചത് അത് പറയേണ്ടത് തന്നെയാണ്. 69 ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കൈവയ്ക്കുമ്പോൾ തീർന്നു സത്യതാ തർക്കം. 5ാമത്തെ കൊല്ലം തീർന്ന തർക്കമാണത്. ഇതേ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വീഴാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിനേക്കാളും പിന്തിരിപ്പനായിട്ടുള്ള സഖ്യഭാരത്ത് വീഴ്ത്താൻ ശ്രമിച്ചപ്പോഴത്തേക്കും അവരുടെ കൂടെ എപ്പോൾ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 5ാം കൊല്ലം ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ കേസാണത്. അതാണ് ഭിന്നിപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ടത്. ഭിന്നിപ്പിൻ്റെ പ്രശ്നം എന്താ? ഭിന്നിപ്പൊരിക്കലും സത്യങ്ങളെ കണക്കൂട്ടാക്കില്ല. ഭിന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭിന്നിപ്പിൻ്റെ ന്യായങ്ങളെ കാണാൻ പറ്റും. ഭിന്നിക്കാൻ വേണ്ടിയുള്ള വാദങ്ങളും ന്യായങ്ങളും കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ കാലം അതിനെ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ റദ്ദാക്കി കളയും. അതാണ് 69 അവിടെ പറയുന്നത് പോലെ അത്ര ലളിതമാണ്. ചോദ്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന ഭിന്നിപ്പ് വന്നതിന് ശേഷമാണ് CPI കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് ഭരിച്ചത്. ഇപ്പോഴും CPM CPI കളിയാക്കുന്നത് കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് ഭരിച്ചതും വലത് വ്യതിയാനം നിലനിർത്തുന്നതുമായ ഒരു പാർട്ടിയായിട്ടാണ്. അതായത് ശരിയായ മറ്റേ പ്യൂരിറ്റിയുള്ള ലെഫ്റ്റ് CPM ആണ് എന്ന് CPM കരുതുന്നുണ്ട്. നമ്മൾ 5 വർഷം കഴിഞ്ഞ് ഒരുമിച്ച് കൈവക്കി അത് മാറി എന്ന് പറയുന്നത് അല്ല. CPM എഴുതാം, പക്ഷെ ആ CPM ആണല്ലോ ബംഗാളിൽ തവണ കോൺഗ്രസ് മത്സരിച്ചത് 20 വർഷം. ആ CPM ആണല്ലോ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് ഇത്തവണ മത്സരിച്ച് ജയിച്ചത് രാജസ്ഥാനിൽ, അല്ലേ? അതേ CPM തന്നെയല്ലേ? ആൻസർ ഇസ് ദേർ. കുറച്ചുകൂടെ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള CPIക്ക് LDFനെ ഒന്ന് വിപുലപ്പെടുത്തുന്നതിൽ എന്താണ് ഒരു ആശങ്ക? മറ്റു പാർട്ടികൾക്കും ഒരാശങ്കയില്ല. LDFൻ്റെ ആശയങ്ങൾ, LDFൻ്റെ ഐഡിയോളജി, LDFൻ്റെ നിലപാടുകൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് LDFിൽ പുതിയ പുതിയ ശക്തികൾ വരണം എന്നാണ് CPI നിലപാട്. ടു സ്ട്രെങ്തൻ ദ LDF വ്യൂസ്, LDF ഔട്ട്ലുക്ക്, LDF പോളിസീസ്. CPI ഏറ്റവും ഡെമോക്രാറ്റിക് ആയ പാർട്ടിയാണെന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അതായത് മറ്റു പല പാർട്ടികളിലും ഇന്നലെ അടിയന്തരാവസ്ഥയുടെ 43ാം വാർഷികമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് സർപ്രൈസിംഗ്ലി കൂടെ നിന്നൊരു പാർട്ടിയാണ് CPI. അടിയന്തരാവസ്ഥയുടെ ഇപ്പോൾ 50ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് CPI എങ്ങനെയാണ് ഇത് കാണുന്നത്? റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്? അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ നിങ്ങൾ CPIയുടെ മഹത്വം കണ്ടില്ലേ? നിങ്ങൾ മഹത്വം CPI തന്നെയാണ്. നിങ്ങളാരും പറയാതെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പട്ടണ്ട പാർട്ടി കോൺഗ്രസിൽ വെച്ച് CPI പറഞ്ഞു, ഞങ്ങൾ കൊടുത്ത പിന്തുണ വാസ് എ പൊളിറ്റിക്കലി ഇറ്റ് വാസ് എ റോങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ആ പിന്തുണ ശരിയല്ലായിരുന്നുവെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPI. അത് CPI ചെയ്തത്, ആരും ചെയ്യിച്ചതല്ല. ഞങ്ങളുടെ തന്നെ അനുഭവത്തിലൂടെ ഞങ്ങൾ തന്നെ പഠിച്ച കാര്യം, ഞങ്ങൾ തന്നെ പാർട്ടി കോൺഗ്രസ് ഒരുമിച്ചിരുന്നു. ഞങ്ങൾ 7 ദിവസം യങ്ങസ്റ്റ് ഡെലിഗേറ്റ്സ് പറ്റണ്ട പാർട്ടികളുടെ യങ്ങസ്റ്റ് ഡെലിഗേറ്റ്സ് ഇന്ത്യയിലെ, ഞാൻ മറക്കൂല ആ സംവാദങ്ങളുടെ ആഴം. ഡാങ്കെ,
ജയേഷ് റാവു അവരൊക്കെ തന്നെ ഏറ്റുമുട്ടിയത് ഓൺ പോളിസി മാറ്റേഴ്സ്. ഞാനത് മുഴുവൻ കണ്ടവനാണ്. പാർട്ടി പറഞ്ഞ ആ പിന്തുണ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. 1978. കേരളത്തിലെ ബിജെപിയുടെ വളർച്ച ആശങ്കപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും എങ്ങനെയാണ് നമുക്കത്? അല്ല, കേരളം പോലൊരു പ്രബുദ്ധമായ സ്ഥലത്ത് RSSൻ്റെ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന ഒരു പാർട്ടിയായ BJP പാർലമെൻറ്റിലേക്ക് അതിൻ്റെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഇത് മാത്രമല്ല, അസംബ്ലി സെഗ്മെൻറ്റ്സ് വേറെ വേറെ എടുത്താൽ 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്താണ് അവർ, 8 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണ് അവർ BJP. അത് എല്ലാവരും കാണേണ്ട കാര്യമാണ്, കണ്ണ് തുറന്ന് കാണുന്നത് തന്നെ. ഞാൻ പറയാം, അത് ആ അനുഭവങ്ങൾ നമ്മളങ്ങനെ തന്നെ കാണണം. കണക്ക് കൊണ്ട് കാര്യമില്ല, ചെറിയൊരു തൊലിപ്പുറമേയുള്ള ലേപനം കൊണ്ട് കാര്യമില്ല. ദിസ് ഇസ് സംതിങ് മച്ച് ഡീപ്പർ. അപ്പം അങ്ങനെ തന്നെ കണ്ടൊരു ആപത്താണത്. അപ്പം പണ്ടൊരു കാലത്തും BJPക്ക് വോട്ട് ചെയ്യാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വിഭാഗം അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരിടത്തല്ല, പലസ്ഥലങ്ങൾ, കേരളത്തിലാകെ. LDFൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു, UDFൻ്റെതും കുറഞ്ഞു, ഡ്രാസ്റ്റിക്കായിട്ട് വർദ്ധിച്ചു. BJPയുടെ സെക്യുലർ ഫോഴ്സസ് എന്ന് അവകാശപ്പെടുന്നവരെല്ലാവരും അതിൻ്റെ ആപത്തിനെ കാണണം. നാഷണൽ ഇലക്ഷനിലുള്ളൊരു ട്രെൻഡ് ചിലപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ വരണമെന്നില്ല, അതിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, പക്ഷെ അത് യാന്ത്രികമായിട്ട് ഉണ്ടായിക്കൊള്ളും എന്നോർത്ത് കാത്തിരിക്കാൻ പാടില്ല. യു ഹാവ് ടു ഡു അവർ വർക്ക്. CPയുടെ മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്. ഒരിക്കലുമല്ല. He was the first chief minister of Kerala. He was a great theoretician. കേരളം കണ്ട ഏറ്റവും ഭാവനാശാലിയായിട്ടുള്ള മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്. അത് ചരിത്രം അംഗീകരിച്ച കാര്യമല്ലേ. ആയിരുന്നു. മുഖ്യമന്ത്രി അഡ്മിനിസ്ട്രേറ്റർ 100 times അച്യുതാനന്ദനായിരുന്നു. EMS has his own greatness. പിണറായി വിജയൻ committed chief minister.